dear family, Kerala Engineering, Pharmacy, Architecture, Medical and Medical Allied കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025ന്റെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ദാ ഇപ്പോൾ ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്ത് അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് മെയ് 12 വൈകിട്ട് 3 മണി വരെയാണ് ഉണ്ടാവുക. ഇനി എന്താണ് ഈ പ്രൊഫൈൽ വെരിഫിക്കേഷൻ നടത്തി എന്തൊക്കെയാണ് റെക്ടിഫൈ ചെയ്യാനുള്ള ഈ ഒരു അവസരം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ കീം 2025 എഴുതിയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് നമ്മളുടെ കീം 2025 ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് 12/5 അതായത് മെയ് 12-3 മണി വരെയാണ് നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്ത് അതിൻ്റെ ഡിഫക്ട്സുകൾ എന്ത് ചെയ്യാനുള്ളത്, റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരമുള്ളത്. ഇനി ഇവിടെ നിങ്ങൾ എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള c.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് പോർട്ടലിൽ പോവാം. അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അതായത് നിങ്ങളുടെ പാസ്വേഡും അപ്ലിക്കേഷൻ നമ്പറൊക്കെ കൊടുക്കൂലേ, അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുള്ള അവസരം എന്ന് മനസ്സിലാക്കുക. ഒന്ന് നേറ്റിവിറ്റി, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി റിസർവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ OBC ഇല്ലേ അങ്ങനത്തെ ഈഴവ അതുപോലെ തന്നെ SC/ST അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ റിസർവേഷൻസ് സംബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അതൊക്കെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫീ കൺസെഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫോട്ടോ, സിഗ്നേച്ചർ അതെല്ലാം നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോഴുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് പോർട്ടലിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ആ ഒരു മെമോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഡിഫക്ട്സ് ഉള്ളത് അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡിഫറൻസ് അതായത് നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് പോർട്ടലിൽ പോകുമ്പോൾ നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പ്രൊഫൈൽ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ പേര് അതുപോലെ തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നതല്ല, ഇത് മാറ്റാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണോ ഡിഫക്ട്സ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ളത് അതെല്ലാം ഇപ്പം തന്നെ വെരിഫൈ ചെയ്യുക. മെയ് 12 മുമ്പ് തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 3 മണി വരെയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് നിങ്ങൾ പോവരുത്. നേരത്തെ തന്നെ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് NRI കോട്ട ഇതിൽ അപ്ലിക്കബിൾ അല്ല. അതിനുള്ള അവസരം നിങ്ങൾക്ക് പിന്നീട് കിട്ടുന്നതായിരിക്കുന്നു. പ്രത്യേകം കണ്ടിട്ടുണ്ട് കേട്ടോ. NRI കോട്ട റിലേറ്റഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ വെരിഫൈ ചെയ്യാനോ റെക്ടിഫൈ ചെയ്യാനോ പറ്റില്ല. അതിനുള്ള അവസരം നിങ്ങൾക്ക് പിന്നീട് ലഭിക്കുന്നതായിരിക്കുമെന്നും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ കാൻഡിഡേറ്റ്സ് പോർട്ടലിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കൃത്യമായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്തതിന് ശേഷം അതിലെ മെമോ ഡീറ്റെയിൽസിൽ പോയിട്ട് എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ നടത്താൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വേഗം തന്നെ ചെയ്തു വെക്കുക. പ്രൊഫൈലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ ഡിഫക്ട്സിൽ പോയിട്ട് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുക. ആൻഡ് കീം 2025 എഴുതിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ അഡ്മിഷൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രൊഫൈൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അഡ്മിഷൻ സമയത്ത് എന്തെങ്കിലും ഡിഫക്റ്റുകൾ കണ്ടാൽ അത് നിങ്ങളുടെ അഡ്മിഷനെ തന്നെ ബാധിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പ്രൊഫൈൽ വെരിഫിക്കേഷൻ നടത്തുക. ഓക്കെ മക്കളെ, കീമിൻ്റെ ഇനിയുള്ള ഓരോ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആൻഡ് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്